മിസ്റ്റർ MBBS. രചന സ്വപ്നങ്ങളുടെ രാജകുമാരി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ CN നൂഞ്ഞേരി. ഇന്നും പതിവ് പോലെ ബഹളം കേട്ടാണ് അവൾ എഴുന്നേറ്റത്. 8 മണിയായാലും എഴുന്നേൽക്കരുത്, പോത്ത് പോലെ വളർന്നാലും ഒരു സഹായം ചെയ്യില്ല. മേരിയുടെ ബഹളം വീടും പരിസരവും മുഴങ്ങി കേട്ടുകൊണ്ടേയിരുന്നു. ദാ വരുന്നമ്മേ. ഓ, ഇനി നീ എന്തിനാ വന്നിട്ട്? എന്റെ എല്ലാ ജോലിയും ഞാൻ ചെയ്തു തീർത്തു. പെൺപിള്ളേരുണ്ടെങ്കിൽ ഒരു കൈ സഹായാവെന്ന് വിചാരിച്ച്. അവർക്കും കൂടെ നമ്മൾ ചെയ്യേണ്ട അവസ്ഥ. നീ ഇനി ഒന്നും ചെയ്യേണ്ട, പോയി കുളിച്ചിട്ട് പോകാൻ നോക്ക്. ദൈവമേ, കുട്ടികളെന്ത് പാടുകൂടെയായിരിക്കും അവളെ കൊണ്ട്. മേരി പിറുവിറുത്തു. അയ്യോ, സ്കൂളിൽ അസംബ്ലിക്കുമ്പോ എത്തണം. മേരി കുളിക്കാനായി പോയി. തുടങ്ങുന്നതിന് മുമ്പ് അവിടെ എത്തിയെങ്കിലും പ്രിൻസിപ്പൾ അത് കണ്ടിരുന്നു. ഓടിക്കിതച്ച് വരുന്ന അവളെ വഴിയിൽ തടഞ്ഞിരുത്തിക്കൊണ്ട് പ്രിൻസിപ്പൾ ഒരുപാട് ശകാരിച്ചു. അസംബ്ലി എല്ലാം കഴിഞ്ഞ് അവൾ ക്ലാസ്സിലേക്ക് ചെന്നു. ഒരു പ്രൈമറി സ്കൂൾ അധ്യാപികയാണ് അവൾ. എന്നാൽ അവളുടെ പെരുമാറ്റമോ കൊച്ചുകുട്ടികളെ പോലെ. ആദി, ഇങ്ങോട്ട് നോക്ക് മോനെ. ജി ഇങ്ങനെയല്ല, ഇങ്ങനെ എഴുതേണ്ട കേട്ടോ. അവൾ ഓരോ കുട്ടികൾക്ക് ആക്ഷൻ പറഞ്ഞു കൊടുത്തോണ്ടിരുന്നു. ടീച്ചറെ, പെട്ടെന്നാണ് ക്ലാസ് മുറിയുടെ പുറത്തുനിന്നൊരു ശബ്ദം കേട്ടത്. എന്താ എന്താ നന്ദു, കാര്യം പറയും. ക്ലാസ്സിലേക്ക് വന്ന കുട്ടിയുടെ കാര്യം തിരക്കി. ടീച്ചറെ ജാസ്മിൻ മിസ് വിളിക്കുന്നു, നന്ദു പറഞ്ഞു. അവൾ ജാസ്മിൻ ടീച്ചറുടെ ക്ലാസ് റൂം ലക്ഷ്യമാക്കി പോയി. എന്താ ടീച്ചറെ വിളിപ്പിച്ച്? എന്തു പറഞ്ഞിരുന്നു? അവൾ തന്റെ സീനിയർ ടീച്ചറോട് പതിയെ കാര്യം ചോദിച്ചു. ഇന്ന് കുട്ടികളെ പരിശോധിക്കാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കുറച്ച് ഡോക്ടർമാർ വരുമെന്ന് പറഞ്ഞിരുന്നു. KG സെക്ഷന്റെ ടൈം ആകുമ്പോൾ കുട്ടികളെ കൊണ്ട് അങ്ങോട്ട് പോയാൽ മതി. പരിശോധന സ്ഥലം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജാസ്മിൻ ടീച്ചർ പറഞ്ഞു. ഓക്കെ മിസ്, അവൾ പറഞ്ഞു. അങ്ങനെ 11 മണിയോടെ KG കുട്ടികൾക്കുള്ള പരിശോധനാ സമയമായി. കുട്ടികളുമായി അങ്ങോട്ടേക്ക് പോയി. അവൾ കണ്ണുകൾ ഒന്നുകൂടി വിടർത്തി നോക്കി. ഡോക്ടർമാരുടെ കൂട്ടത്തിൽ ഏറ്റവും പിന്നിലായി നീല ഷർട്ടിൽ വെള്ളക്കോട്ടണി നിൽക്കുന്ന അതിസുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ. അവൻ ഹൃദയമിടിപ്പ് ഒരു നിമിഷം നിന്നുപോയ പോലെ. അവൻ തന്നെയാണ് അജയ്. അവളുടെ മനസ്സിൽ അന്നത്തെ ഓർമ്മകൾ ഓടിയെത്തി. കുട്ടിക്കാലം മുതലുള്ള സുഹൃത്താണ് അവൻ. ഞാൻ ഇന്നവനെ കളിയാക്കി മിസ്റ്റർ MBBS എന്ന് വിളിച്ചിരുന്നു. കുട്ടിക്കാലത്ത് മൂക്കിയിട്ട് നടന്നവനെയും പൊടിമീശക്കാരനെയും എല്ലാം അവൾക്ക് അറിയാമായിരുന്നു. MBBS ഫൈനലിനായിരുന്നപ്പോൾ എല്ലാവരും അവനെ മിസ്റ്റർ MBBS എന്ന് വിളിച്ചിരുന്നു. പഠനത്തിലും കളിയിലും ഒരുപോലെ മുന്നിൽ നിന്നിരുന്നവൻ. അതേസമയം അവനവളെ കണ്ട ആദ്യ നിമിഷം തന്നെ തൻ്റെ ഓർമ്മകൾ തിരിച്ചു പിടിച്ചു. LKG UKG പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് 2 സൈഡ് മുടിയെല്ലാം കൂട്ടിക്കെട്ടി പാവാടയിട്ട് അമ്മയുടെ ഒക്കത്തിരുന്ന് വരുന്ന ആ കൊച്ചു പെൺകുട്ടി. 10ാം ക്ലാസ്സിലാണെങ്കിലും കൊച്ചുകുട്ടികളെ പോലെ പെരുമാറിയിരുന്ന അവൾ പിന്നെ പെട്ടെന്ന് കോണ്ടാക്ട് ഇല്ലാതായി. ഇത്ര വർഷങ്ങൾക്ക് ശേഷം ഇവിടെ ഈ സ്കൂളിന്റെ ഹെൽത്ത് റൂമിൽ മേരിയുടെ കൈകൾ അറിയാതെ വിറച്ചു. കുട്ടികൾക്കൊപ്പം നിൽക്കുമ്പോഴും അവളുടെ കണ്ണുകൾ ഇടയ്ക്കിടെ അവന്റെ നേർക്ക് തന്നെ പോകുന്നുണ്ടായിരുന്നു. പരിശോധനയെല്ലാം കഴിഞ്ഞ് കുട്ടികളെ തിരികെ കൊണ്ടുപോകാൻ തിരിഞ്ഞപ്പോൾ അജയ് മേലെ വിളിച്ചു. മേരി അല്ലേ? അവൾ തിരിഞ്ഞു. ശബ്ദം അല്പം ഇടറി. അജയ്, താനോ? അവൻ തലയാട്ടി. ഞാനിവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്നാണ് വന്ന് കുട്ടികളുടെ മെഡിക്കൽ ചെക്കപ്പിന്. രണ്ടുപേർക്കും പറയാൻ ഒരുപാടുണ്ടായിരുന്നു, പക്ഷേ സമയമില്ലായിരുന്നു. അജയ് വെറുതെ ഒരു നിമിഷം അവളെ നോക്കി പറഞ്ഞു. വൈകുന്നേരം കാണാം, സംസാരിക്കണം. പിന്നെ അവൻ തിരിഞ്ഞ് ജോലിയിലേക്ക് മുഴുകി. മേരി ക്ലാസ്സിലേക്ക് നടന്നു. കാലുകൾക്ക് ഭാരം കൂടിയ പോലെ. രാവിലെ അമ്മയുടെ ബഹളവും പ്രിൻസിപ്പളിന്റെ ശകാരവും ഒന്നും ഇപ്പോൾ മനസ്സിലില്ല. മനസ്സ് മുഴുവൻ ആ നീല ഷർട്ടിലുള്ള ആ ഒരൊറ്റ മുഖത്തിൽ തങ്ങി നിന്നു. വൈകുന്നേരത്തെ ബെല്ലടിച്ചും കുട്ടികൾ ഓടി പുറത്തേക്ക് പോയി. മേരി ക്ലാസ് വൃത്തിയാക്കി. ഡയറി അടച്ചു വെച്ച് ഇറങ്ങാൻ നേരം ഗേറ്റിനടുത്ത് അജയ് നിൽക്കുന്ന കണ്ടു. വെള്ളക്കോട്ടില്ലാതെ സാധാരണ ഷർട്ടിൽ, പക്ഷേ അതേ പഴയ ചിരി മുഖത്ത്. പോകാമോ? എവിടെ അടുത്തൊരു ചായക്കടയുണ്ട്, 10 മിനിറ്റ് മതി. മേരി ഒന്നും പറഞ്ഞില്ല. തലയാട്ടി രണ്ടുപേരും സ്കൂൾ ഗേറ്റിന് പുറത്തുള്ള പഴയ ആ ചായക്കടയിലേക്ക് നടന്നു. ഇത്ര വർഷമായാലോ, എവിടെയായിരുന്നു നീ? ചോദിച്ചു. അജയ് ചായ ഗ്ലാസ്സിൽ നോക്കി പറഞ്ഞു. പഠനം കഴിഞ്ഞ് കുറച്ചു കാലം നാട്ടിൽ നിന്നില്ല. പിന്നെ അവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു. നിന്നെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു, പക്ഷെ കിട്ടിയില്ല. അവൾ ചെറുതായി ചിരിച്ചു. ഞാൻ ഈ സ്കൂളിൽ തന്നെയുണ്ട് 3 വർഷമായിട്ട്. കുറച്ച് നിമിഷം മൗനം. പിന്നെ അജയ് മേലെ പറഞ്ഞു. നിനക്ക് ഓർമ്മയുണ്ടോ, ഫൈനൽ ഇയർ പ്രാക്ടിക്കലിനെ തലേന്ന് നീ എനിക്ക് നോട്ടീസ് എഴുതി തന്ന്? അതില്ലായിരുന്നെങ്കിൽ ഞാൻ തോറ്റേനെ. മേരിയുടെ കണ്ണുകളും തിളങ്ങി. അതൊക്കെ പഴയ കഥയായില്ലേ? പഴയ കഥയല്ല, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പറഞ്ഞ വാക്കിൽ എന്തോ ഉണ്ടായിരുന്നു, വെറും നന്ദി മാത്രമല്ല. ചായ കഴിഞ്ഞ് ഇരുവരും പിരിയുമ്പോൾ അജയ് അവളുടെ ഫോൺ നമ്പർ ചോദിച്ചു. നമ്പർ മാറിയിട്ടില്ലല്ലോ? ഇല്ല, അത് തന്നെ. നമ്പർ സേവ് ചെയ്ത് ഫോൺ തിരികെ കൊടുക്കുമ്പോൾ പറഞ്ഞു. ഞാൻ വിളിക്കാം. മേരി വീട്ടിലേക്ക് നടക്കുമ്പോൾ മനസ്സിൽ പഴയ കോളേജ് ദിനങ്ങൾ ഓടി മറയുകയായിരുന്നു. രാവിലെ അമ്മയുടെ ദേഷ്യം, പ്രിൻസിപ്പളിന്റെ ശകാരം എല്ലാം ഇപ്പോൾ ഒരു പുഞ്ചിരിയായി മാറിയിരുന്നു. ഫോണൊന്ന് വൈബ്രേറ്റ് ചെയ്തു. അജയ് മെസ്സേജ് അയച്ചിരിക്കുന്നു. ഇന്നത്തെ ദിവസം നന്നായി തുടങ്ങി. മേരി ഒന്ന് ചിരിച്ചു. റിപ്ലൈ ടൈപ്പ് ചെയ്തു. അതെ, എനിക്ക്. അവൾ എന്തെന്നില്ലാതെ ആനന്ദിച്ചു. പിറ്റേന്ന് രാവിലെ പതിവില്ലാതെ അവൾ നേരത്തെ എഴുന്നേറ്റ് അമ്മയെ സഹായിച്ചു. സ്കൂളിലേക്ക് നേരത്തെ പോയി. പതിവ് പോലെ ഇന്റർവെൽ സമയത്ത് കുട്ടികൾ കളിക്കുകയായിരുന്നു. അബി കളിച്ചുകൊണ്ടിരിക്കെ ഊഞ്ഞാലിൽ നിന്ന് വീഴാൻ പോയ കുട്ടിയെ അവൾ ഓടിച്ചെന്ന് പിടിച്ചു.
കുട്ടിക്കൊന്നും സംഭവിക്കാതെ അവൾ രക്ഷിച്ചു. എന്നാൽ ആനിന്റെ കൈ മുറിയുകയും തല അവിടെയുള്ള ഒരു കട്ടയിൽ ചെന്ന് ഇടിക്കുകയും ചെയ്തു. അതോടെ അവളവിടെ കുഴഞ്ഞു വീണു. അയ്യോ, ആനി ടീച്ചർ എഴുന്നേൽക്കുന്നില്ലേ? കുട്ടികൾ ബഹളം വെച്ചു. ആൻമേരി കുട്ടികൾക്കെന്നവരുടെ പ്രിയപ്പെട്ട ആനി ടീച്ചറായിരുന്നു. ബഹളം കേട്ട് മറ്റു ടീച്ചർമാർ അവിടെ ഓടിയെത്തി. അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ചു. പ്രിൻസിപ്പലിന് ആളെയും കുടുംബത്തെയും നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അമ്മയെ വിവരമറിയിച്ചു. അമ്മ ഹോസ്പിറ്റലിലേക്ക് ഓടിയെത്തി. അവിടെ അവളെ പരിശോധിച്ച് അജയ് ഡോക്ടറായിരുന്നു. തനിക്കെന്നോട് പറ്റിയത്? തനിക്ക് ശ്രദ്ധിച്ചുകൂടെടോ? അജയ് ചോദിച്ചു. ആൾ കണ്ണു തുറന്നും ചോദ്യങ്ങളുമായി മുമ്പിലുണ്ടായിരുന്ന അവനായിരുന്നു. അമ്മ അപ്പോഴേക്ക് അവിടെ ഓടിയെത്തി. എടി മോളെ, നിനക്ക് എന്താടി പറ്റിയത്? മേരി വാത്സല്യത്തോടെ ചോദിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മേ. ആൾ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. അത് കേട്ട് മേരിക്ക് ദേഷ്യമായി. ഇതുവരെ നേരെ ചേർന്ന് നടക്കാൻ അവൾ പഠിച്ചിട്ടില്ല. കൊച്ചു കുഞ്ഞാണെന്നാ അവളുടെ വിചാരം. ആളുടെ സങ്കടം ദേഷ്യമായി പുറത്തു വന്നു. ഇതെല്ലാം നിശബ്ദമായി കേൾക്കുകയായിരുന്നു അജയ്. നിനക്കെന്തെങ്കിലും വേണോ? അമ്മ പോയി വാങ്ങിയിട്ട് വരാം, അവർ പറഞ്ഞു. എനിക്കൊന്നും വേണ്ടമ്മേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അജയ് അവൾക്കുള്ള മരുന്ന് കുറിച്ച് അവരുടെ കയ്യിൽ കൊടുത്തു. ഷീസ് ഓൾ റൈറ്റ്. വേദനക്കുള്ള ഈ മരുന്ന് മാത്രം വാങ്ങിക്കൊടുത്താൽ മതി. മേരി ആ മരുന്ന് വാങ്ങാനായി പോയി. അവൻ അവളെ നോക്കി. അവളൊരു പാളി അവനെ നോക്കി. നിനക്ക് മാറ്റമൊന്നുമില്ലല്ലോടി, ഇപ്പോഴും കൊച്ചുകുട്ടികളുടെ കൂടെ കൊച്ചുകുട്ടിയെ പോലെ നടക്കുക. അമ്മ പറഞ്ഞു കേട്ടില്ലേ, കൊച്ചു കുഞ്ഞ്. അവൻ കളിയാക്കി പറഞ്ഞോടൊന്ന് ചിരിച്ചു. ഞാനെപ്പോഴും അങ്ങനെ തന്നെയാ. ഇനി എനിക്ക് 50 വയസ്സായാലും ഞാൻ അങ്ങനെയായിരിക്കും. നീ ഒരു വലിയ പുരുഷൻ വന്നിരിക്കുന്നു. ആൾ ഉരുളക്കുപ്പേരി എന്ന രീതിയിൽ മറുപടി പറഞ്ഞ് മുഖം തിരിച്ചു. അന്ന് രാത്രി വീണ്ടും അവർ മെസ്സേജ് അയച്ചു. സോറിയാ, ഞാൻ പറഞ്ഞത് എനിക്ക് വിഷമായോ? ഇല്ലടാ, ഞാനിതൊന്നും കാര്യമാക്കുന്നല്ല. ആൾ ചിരിച്ചുകൊണ്ട് മറുപടി അയച്ചു. എനിക്ക് നിന്നെ അറിയാലോ. നിനക്ക് ദേഷ്യമായി. അത് നീ പറയാതെ തന്നെ എനിക്കറിയാം. എന്താ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിനക്ക് എന്നോട് പറയാം, അവൻ ചോദിച്ചു. ഒന്നുമില്ല, ആൾ മറുപടി പറഞ്ഞു. പിറ്റേന്ന് അവൾ സ്കൂളിൽ പോയില്ല. കുട്ടികളെല്ലാം അവിടെ അന്വേഷിച്ചു. ടീച്ചർക്ക് ഇപ്പം എങ്ങനെയുണ്ട്? കുറവുണ്ടോ? കുഴപ്പമില്ലല്ലോ. വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞ് അവൾ മടങ്ങി പോകുമ്പോൾ ഒരു ബൈക്കിൽ അവൻ വരുന്ന കണ്ടു. അവളെ കണ്ടപ്പോൾ അവൻ ബൈക്ക് അവിടെ അടുത്ത് നിർത്തി. നീ വണ്ടി കയറി, ഞാൻ നിന്നെ വീട്ടിലേക്കാകാം. അവൻ അവളെ വണ്ടിയിലേക്ക് ക്ഷണിച്ചു. ഇല്ലടാ, ഇവിടുന്ന് അടുത്താ, ഞാൻ പോയിക്കോളാം, അവൾ പറഞ്ഞു. എന്നാൽ ശരി, വാ നമുക്കൊരു ചായ കുടിക്കാം, അവൻ അവളെ വിളിച്ചു. ശരി. അവൾ അവനോടൊപ്പം പോയി. നിനക്കെന്താടി പറ്റി? മുമ്പ് കളിയാക്കുമ്പോൾ ഒന്നും പറയാത്ത നീ ഇപ്പോൾ എല്ലാത്തിനും ദേഷ്യപ്പെടുന്നില്ല. ചായ കുടിക്കുന്ന സമയത്ത് അവളോട് അവൻ ചോദിച്ചു. ഒന്നും പറയണ്ട, എനിക്ക് നീളം കുറവായതുകൊണ്ടേ അമ്മേനെ കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ ഞാൻ നോക്കിയിരുന്നു. അത് നിനക്കറിയാലോ. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ 5 വയസ്സ് വരെ അമ്മേനെ എടുത്തോണ്ടല്ലേ വന്ന്. ഇപ്പം എനിക്ക് എല്ലാ കാര്യവും അമ്മ ചെയ്തു തരും. പക്ഷെ നീ വളർന്നു, നീ എല്ലാ ജോലിയും ചെയ്യണം, വേറെ വീട്ടിൽ കെട്ടിപ്പോകാനുള്ളതാണെന്നുള്ള പറച്ചില്ല അമ്മയ്ക്ക് എപ്പോഴും. അതുകൊണ്ട് തന്നെ എല്ലാവരോടും പറയുന്നത് ഇവള് കൊച്ചാണെന്നാ. ഇവളൊന്നും ചെയ്യുന്നില്ല, ഇവളെ ഞാനിങ്ങനെ കെട്ടിച്ചിടുന്നൊക്കെ. എന്നെ വഷളാക്കി എന്നെ അമ്മയാ, എന്നിട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്. വിഷമത്തോടും അതുപോലെ കൊഞ്ചിക്കൊണ്ടുമാണ് അവളത് പറഞ്ഞ്. നിനക്കൊരു മാറ്റമില്ല, നീ ആ പഴയ ആൻ തന്നെ. അമ്മ നിന്നെ നല്ലതിനു വേണ്ടിയല്ലേ പറയുന്നത്. അതെല്ലാം ശരി തന്നെ. നമ്മുടെ കുടുംബക്കാർക്ക് പാരകളുണ്ടല്ലോ. ഇതൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് കുറ്റപ്പെടുത്താൻ മാത്രമേ സമയമുള്ളൂ. ദേഷ്യത്തോടെ ഒരു ഉറച്ച ശബ്ദത്തിൽ അവൾ പറഞ്ഞു. അമ്മയ്ക്ക് തന്നെയുള്ള സ്നേഹവും കരുതലും അവൾക്ക് അറിയാമായിരുന്നു. എന്നാൽ അത് കേൾക്കുന്ന കുടുംബക്കാർക്ക് അതൊരു ബോണസ് പോയിന്റ് ആയിരുന്നു. അവരെന്നും അത് പറഞ്ഞ് അവളെ കളിയാക്കുമായിരുന്നു. അവളതെല്ലാം ഓർത്തു. അപ്പൊ അനി ടീച്ചർക്ക് ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ അറിയാം. അവളുടെ ചിന്തകളിൽ നിന്ന് ഉണർത്തുന്ന രീതിയിൽ അവൻ ചോദിച്ചു. അവൾ അദ്ദേഹം തലയാട്ടി. അങ്ങനെ രണ്ടുപേർക്കും സന്തോഷകരമായ ഒരു ദിവസമായി മുന്നോട്ട് പോയി. എടി മോളെ, നമുക്ക് നാളെ അമ്മായി ഒന്ന് കാണാൻ പോകണം, മേരി അവളോട് പറഞ്ഞു. എനിക്കൊന്നും വയ്യമ്മേ, അവിടെ സംസാരം കേട്ടാൽ എനിക്കൊന്ന് ചൊറിഞ്ഞു വരും. പിന്നെ ഞാനെന്ത് പറയുന്നു, എനിക്കോലും അറിയില്ല, അവൾ അമ്മയോട് പറഞ്ഞു. അതൊക്കെ ശരിയാ മോളെ, എന്നാ അമ്മയ്ക്ക് കൂട്ടി നീ വാ. അവൾ മനസ്സിലാ മനസ്സോടെ തലയാട്ടി. നിനക്ക് സുഖാണോടി മോളെ? അമ്മായി അവളെ കണ്ണു ചോദിച്ചു. കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നു, അവൾ മറുപടി എന്നോണം പറഞ്ഞു. ഇപ്പൊ നീ എന്തിനു പോവാ? പഠിക്കുവാണോ? അവരവളുടെ വിശേഷം തിരക്കുന്ന രീതിയിൽ ചോദിച്ചു. ഇല്ല, പഠിത്തം കഴിഞ്ഞപ്പോൾ ജോലിക്ക് പോവാ. ആണോ? എവിടെയാ പോകുന്നേ? ഇവിടെ നമ്മുടെ വീടിനടുത്തുള്ള സ്കൂളിലാ, അവൾ സന്തോഷത്തോടെ പറഞ്ഞു. ആണോ മോളെ? അപ്പൊ മോൾ ടീച്ചറായോ? അതേ എന്ന രീതിയിൽ അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി. അപ്പൊ മോൾക്ക് നല്ല ശമ്പളം കിട്ടുമല്ലേ? അതേ അമ്മായി, ഒരു 6000 8000 മാസം കയ്യിൽ കിട്ടും. അതെന്താ അത്രയ്ക്കും കുറച്ച്? അമ്മായി, ഞാൻ KG കുട്ടികളെ പഠിപ്പിക്കുന്നത്, അപ്പൊ അത്രയേ കിട്ടുള്ളൂ, അവൾ സന്തോഷത്തോടെ പറഞ്ഞു നിർത്തി. അയ്യേ, കുട്ടികളെ ABCD പഠിപ്പിക്കാൻ പോകും നീ? ആളെ കളിയാക്കുന്ന രീതിയിൽ അവൾ ചോദിച്ചു. അത്ര നേരമുണ്ടായിരുന്ന അവളുടെ സന്തോഷവും അഭിമാനവും എല്ലാം താഴെ വീണ് ഉടഞ്ഞ പോലെയായി. അല്ല, വേണം ഞാൻ കുട്ടികളെ MBBS പഠിക്കാം. കൊച്ചു കുട്ടികളെ പിന്നെ ABCD അല്ല വേറെ ഞാൻ പഠിപ്പിക്കണ്ടേ? അവളുടെ ശബ്ദം ഉയർന്നു കേട്ടു. നീ ഒന്നും മിണ്ടാണ്ടിരിക്കേ, നീ എന്തോ ഈ പറയുന്നേ? അമ്മ അവളുടെ സംസാരം നിർത്താൻ നോക്കി. അമ്മ ഇനിയൊന്നും പറയണ്ട, ചേച്ചിയുടെ കാര്യത്തിൽ ഇവർ പറഞ്ഞെനിക്ക് നല്ല ഓർമ്മയുണ്ട്. ചേച്ചി വേറെ ജാതിപ്പെട്ട ചേട്ടനെ കെട്ടിയോണ്ട് ഞാനിനി അങ്ങനെ പോകുന്നായിരുന്നു ഇവരുടെ ചോദ്യം. അന്ന് ഇവർക്കിട്ടോ പറയണമെന്ന് ഞാൻ വിചാരിച്ച, പക്ഷെ അതൊന്നും മിണ്ടിയില്ല. അത് എൻ്റെ മര്യാദ.
ദാ ഇപ്പൊ എന്നെ ജോലി കുറ്റം പറയുന്നു, അത് ഞാൻ ഒരിക്കലും സഹിക്കില്ല. ആൾ പറഞ്ഞു നിർത്തി. ഓ, ഒരു ജോലി പോലും നേരെ ചൊവ്വ ചെയ്യാനറിയാത്ത ഇവളാ കൊച്ചുങ്ങളെ പഠിപ്പിക്കുന്നത്. 10-24 വയസ്സായി പെണ്ണിന് കൊച്ചെന്നാ വിചാരം. അമ്മ ഇപ്പോഴും വാരി തന്നാലും തമ്പുരാട്ടിയുടെ വായിന്ന് ഇറങ്ങും. ഇപ്പൊ അവള് വായാടിയായി, നാണമില്ലാത്തവള്. ഇവളെ കെട്ടിച്ചു വിട്ടാ പിറ്റേന്നേനെ തിരിച്ചു വരും, അതല്ലേ അവളുടെ സ്വഭാവം. അവളുടെ സംസാരത്തിൽ രോഷം കൊണ്ട് അമ്മായി മറുപടി തിരിച്ചു പറഞ്ഞു. അവരോടൊന്നും പറയാൻ പറ്റാതെ മേരി അവളെയും കൊണ്ട് വീട്ടിലേക്ക് വന്നു. ദേ മനുഷ്യ, മോൾക്ക് വയസ്സ് എത്രയാണെന്ന് നിങ്ങളുടെ വിചാരം? അവൾക്കൊരു നല്ല കല്യാണം നോക്കണ്ടേ? ഇനിയും നോക്കിയില്ലെങ്കിലേ ഇനി ഞാൻ നീണ്ടുപോകും. അമ്മ വീട്ടിലെത്തിയത് അച്ഛനോട് പറഞ്ഞു. അച്ഛൻ പത്രം മടക്കി വെച്ച് നോക്കി. എന്താ മേരി, അമ്മായി കാണാൻ പോയിട്ട് ഇങ്ങനെ ക്ഷീണിച്ചു വന്ന്? എന്തു പറ്റി? അമ്മയൊന്നും നെടുവീർപ്പിട്ടു. ആ ചേച്ചിയുടെ വായുകൊണ്ടാ ഞങ്ങൾ വീണ്. ആന്റെ ജോലിയെ കളിയാക്കി, അവളുടെ പ്രായത്തെ കുത്തി നോവിച്ചു. പെൺകുട്ടി അവിടുന്ന് തലവനിച്ച് നിന്നു. ആൻ മേരി മുറിയിലേക്ക് പോയി വാതിലടച്ചു. ഫോണെടുത്ത് മിസ്റ്റർ MBBS സേവ് ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് നോക്കി. കുഞ്ഞുനാൾ മുതലുള്ള ആഗ്രഹമായിരുന്നു MBBS. അതുകൊണ്ട് തന്നെ അവൻ എപ്പോഴും താൻ മിസ്റ്റർ MBBS എന്ന് വിളിച്ച് കളിയാക്കുമായിരുന്നു. ആ ഓർമ്മകളെല്ലാം അവളുടെ മനസ്സിൽ അങ്ങനെ തെളിഞ്ഞു. അന്ന് തനിക്ക് അവനോട് ഇഷ്ടമുണ്ടായിരുന്നോ അറിയില്ല. പക്ഷെ ഇപ്പോൾ അവനെ കാണുമ്പോൾ മനസ്സെന്തോ മന്ത്രിക്കുന്നു. തനിക്ക് അവനോട് ഇഷ്ടമില്ല, പക്ഷെ അവൻ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. കുഞ്ഞുനാൾ മുതലുള്ള കൂട്ടാണ്. അവന് തന്നെ അറിയാം, തന്നെ കുറിച്ച് എല്ലാം അറിയാം. എന്റെ ജീവിത പങ്കാളിയായി എന്റെ ജീവിതത്തിലൊരു പാതിയായി അവനുണ്ടെങ്കിൽ നന്നായിരിക്കുമെന്ന് എന്റെ മനസ്സ് മന്ത്രിക്കുന്നു. അവന് ഇഷ്ടമെന്നൊരു പേര് നൽകാൻ മാത്രം തനിക്ക് സാധിക്കുന്നില്ല. ഒരുപക്ഷെ അവന് എന്നോട് അങ്ങനെ തോന്നുമായിരിക്കുമോ? അവളുടെ മനസ്സ് വല്ലാതെ അങ്ങ് മന്ത്രിച്ചു. കുറച്ചു നാളുകൾക്ക് ശേഷം, എടി മോളെ, നീ ഇന്ന് സാരിയിൽ അയൺ ചെയ്ത് വെക്കണം കേട്ടോ, നാളെ നിന്നെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്. അവളുടെ മടിയറിയാവുന്ന രീതിയിൽ അമ്മ പറഞ്ഞു. ഇന്ന് ചെയ്താൽ മാത്രമേ അവൾക്ക് നാളെ നന്നായിട്ട് ഉടുക്കാൻ കഴിയും. സ്കൂളിൽ പോകാനിറങ്ങി അവളോടെ അമ്മ അത് പറഞ്ഞു നിർത്തി. എടി പെണ്ണെ, എഴുന്നേക്ക്, ഇന്നലെ ചെക്കൻകൂട്ടിൽ കാണാൻ വരാമെന്ന് പറഞ്ഞ് അമ്മ രാവിലെ തന്നെ അവളെ വിളിച്ചുണർത്തി. ആമ്മേ, ദാ വരുന്നു, ഇപ്പം റെഡിയാവും, അവളല്പം മുഷിപ്പോടെ പറഞ്ഞു. നല്ല മാമ്പഴ കളർ മഞ്ഞ സാരിയും അതിന് ചേരുന്ന റോസ് കളർ ബ്ലൗസും അവൾ ധരിച്ചിരുന്നു. കണ്ണാടിയിൽ നോക്കി നിൽക്കെ അവൾക്ക് എന്തോ തോന്നി. തൻ്റെ ആഗ്രഹം പോലെയല്ലേ തൻ്റെ വിവാഹം നടക്കുന്നു. ഒരുപക്ഷെ ചേച്ചിയേട്ടനെ കല്യാണം കഴിച്ചിരുന്നില്ലെങ്കിൽ എനിക്ക് എൻ്റെ ഇഷ്ടമുള്ള പോലുള്ള ഒരു വ്യക്തിയെ വിവാഹം കഴിക്കായിരുന്നു. ഇതെല്ലാം ചിന്തിക്കുമ്പോൾ മനസ്സിൽ അജയുടെ മുഖമാണ് അവൾക്ക് തെളിഞ്ഞു വന്നത്. ആ കുഴപ്പമില്ല, അവനും ഞങ്ങളുടെ ആളാണല്ലോ. ഇനി ഇതിൻ്റെ വലിയ വീട്ടിലൊരു പ്രശ്നം വേണ്ട. ഞാൻ പണ്ടേ വിചാരിച്ച ചേച്ചിയെ പോലെ അമ്മയെ വേദനിപ്പിക്കില്ലെന്ന്. തൻ്റെ ജാതിയിൽപ്പെട്ട അമ്മ പറയുന്ന വ്യക്തിയെ തന്നെ വിവാഹം കഴിക്കുമെന്ന് താൻ ഉറപ്പിച്ചതാണ്. പക്ഷേ ഇപ്പോൾ മനസ്സിന് എന്തോ ഒരു വിങ്ങൽ, എവിടെയോ ഒരു ദുഃഖം തളം കെട്ടി നിൽക്കുന്നു. ഈ ചിന്തകളെല്ലാം കഴിഞ്ഞപ്പോഴാണ് അവൾ ഫോൺ എടുത്ത് നല്ല മാമ്പഴ കളർ മഞ്ഞ സാരിയും അതിന് ചേരുന്ന റോസ് കളർ ബ്ലൗസും കൊടുത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് അജയ്ക്ക് അയച്ചു കൊടുത്തു. കൊള്ളാമോ? ഫോട്ടോ കണ്ടതും അവനൊരു നിമിഷം സ്തബ്ധനായി. ആ കൊച്ചുകുട്ടിയല്ല അവൾ, ഇന്ന് അവൾ വളർന്നിരിക്കുന്നു. അവൻ പതിയെ അവളോട് റിപ്ലൈ ചെയ്തു. നീ എവിടെയെങ്കിലും ഫാഷൻ ഷോക്ക് പോവാണോ? നല്ല രീതിയിൽ അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ടല്ലോ. ഗുഡ്, സ്റ്റൈലായിട്ടുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു. ആ അതൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ നിന്നോട് പിന്നെ പറയാം. അങ്ങനെ പെണ്ണ് കാണാൻ ചെക്കൻ കൂട്ടിലെത്തി. അവൾക്ക് ചായ കൊടുത്തു. ആ മോൾക്ക് ചെക്കന് ഇഷ്ടമായോ? അവിടെ ഉണ്ടായിരുന്ന ഒരു കാരണം അവർ കാര്യം തിരക്കി. അവൾ അതേ രീതിയിൽ തലവിലുക്കി. അങ്ങനെ അവരുടെ കല്യാണം ഉറപ്പിച്ചു. ചെറുക്കനും പെണ്ണിനും ഇഷ്ടമായ സ്ഥിതിക്ക് നമുക്കൊരു 6 മാസത്തിനുള്ളിൽ കല്യാണം നടത്താം. അവളുടെ കല്യാണ ചർച്ച തകർത്തുകൊണ്ടിരുന്നു. അന്ന് രാത്രി അവൾക്ക് ഉറക്കം വന്നില്ല. അവൾ സേവ് ചെയ്ത് വെച്ചിരുന്ന മിസ്റ്റർ MBBS എന്ന അജിയുടെ നമ്പറിലേക്ക് അവൾ മെസ്സേജ് അയച്ചു. ഹായ് മിസ്റ്റർ MBBS. അജി ആ മെസ്സേജ് കണ്ടു. ആ എന്താ ടീച്ചറമ്മേ, കാര്യം പറയും എന്ന് മെസ്സേജ് തിരിച്ചയച്ചു. കൂടെ ചിരിക്കുന്ന സ്മൈലിയും. തമാശ കേൾക്കാൻ അവൾക്കൊട്ടും മനസ്സുണ്ടായിരുന്നില്ല. അവൾ വളച്ചിട്ടാൽ അവനോട് കാര്യം പറഞ്ഞു. ഇന്നലെ ഒരു കൂട്ടർ പെണ്ണാണാൻ വന്നിരുന്നു, എന്റെ കല്യാണം ഉറപ്പിച്ചു. അത് വായിച്ചുവെങ്കിലും അവളൊന്നും മറുപടിയൊന്നും വന്നില്ല. എന്താ, എന്തു പറ്റി? മറുപടിയൊന്നും വന്നില്ലല്ലോ. ഒന്നുമില്ല എന്നൊറ്റ വാക്കുകൊണ്ട് ആ മെസ്സേജ് അയച്ച് നിർത്തി. അവളും പിന്നെ ഒന്നും പറയാൻ നിന്നില്ല. ദിവസങ്ങൾ അങ്ങനെ ആഴ്ചകളായി. അവരുടെ മൗനം അങ്ങനെ തുടർന്നു. ഒരു ദിവസം അവളുടെ ഫോണിലൊരു മെസ്സേജ് വന്നു. ടീച്ചർ, അമ്മയുടെ കല്യാണക്കാരെ ഇവിടെ വരെ. ആ കാര്യങ്ങളൊക്കെ അങ്ങനെ പോകുന്നു, അവൾ പറഞ്ഞു. ഇന്ന് നമുക്കൊന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ? അവനവളോട് ചോദിച്ചു. ആ ഓക്കെ, അവൾ പറഞ്ഞു. അവരെ എന്നും കാണാറുള്ള ചായക്കടയിൽ വെച്ച് ഇന്നും മീറ്റ് ചെയ്തു. എന്താ അജയ് കാണുന്നു പറഞ്ഞ് അവൾ ചോദിച്ചു. ഞാൻ വളച്ചിട്ടില്ല, നിന്നൊരു കാര്യം പറയാം. സിയാൻ, നീ എൻ്റെ ഫ്രണ്ടാണ്. ഫ്രണ്ട് മാത്രമാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നിന്റെ കൂടെ എൻ്റെ ജീവിതം പങ്കുവെച്ചാൽ എൻ്റെ ജീവിതം അടിപൊളിയായിരിക്കും. നീ എന്താ പറയുന്നത്? നിനക്ക് ഓക്കെയാണെങ്കിൽ ഞാൻ അമ്മയോട് സംസാരിക്കാം. അമ്മയും കൂടി ഞാൻ വീട്ടിലേക്ക് വരാം. അവൻ ഒറ്റ ശ്വാസത്തിലെല്ലാം പറഞ്ഞു നിർത്തി. അജിയുടെ ചോദ്യത്തിന് മുമ്പിൽ, അതായത് ചായക്കടയിൽ നിന്ന് ചോദിച്ച ചോദ്യത്തിന് മുമ്പിൽ അവളുടെ കൈകൾ ഉറച്ചുപോയി. ചായ ഗ്ലാസ് പിടിച്ച വിരലുകൾ ചൂടറിയാതെ വിറക്കുന്നു. ആ ചൂടിന് മുന്നേ അവളുടെ കൈകൾ മഞ്ഞുകെട്ട പോലെ തണുത്തിരുന്നു. ഒന്നും മിണ്ടാതെ അവൾ എഴുന്നേറ്റ് പോയി. അവളുടെ ഉത്തരം പോലെ തന്നെ ചായയും തണുത്തുറഞ്ഞു പോയി. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ഇന്ന് അവളുടെ കല്യാണ ദിവസമാണ്. ഓ, എന്റെ മോളി ഗൗണിൽ കാണാൻ മാലാകെ പോലെ ഉണ്ട്, സുന്ദരി ആയിട്ടുണ്ട്.
കല്യാണ വേഷത്തിൽ ഗൗൺ ധരിച്ച് നിൽക്കുന്ന അവളെ നോക്കി മേരി പറഞ്ഞു. എന്നാൽ അവൾ ഇതൊന്നും ചെവിക്കൊണ്ടില്ല. ഈ 6 മാസത്തിനകം അജയ് കണ്ടില്ലെങ്കിലും അവളുടെ മനസ്സിൽ നിറയെ അവനായിരുന്നു. അവനെ ഓർക്കാതെ ഒരു രാത്രി അവൾക്ക് കടന്നുപോയിരുന്നില്ല. ഒരു മനുഷ്യനെ മനസ്സിലിട്ടുകൊണ്ട് മറ്റൊരാളുടെ മുമ്പിൽ നിൽക്കാൻ തനിക്ക് വയ്യ. അമ്മയെ വേദനിപ്പിക്കാനും തനിക്ക് സാധിക്കില്ല. അവളുടെ മുഖത്ത് പുഞ്ചിരി ഉണ്ടെങ്കിലും മനസ്സിൽ ദുഃഖമായിരുന്നു. അവളിങ്ങനെ ഓരോന്നും ആലോചിച്ചുകൊണ്ടിരുന്നു. ആ സമയമായി, കുർബാനയ്ക്ക് പോകണ്ടേ? പള്ളിയിൽ സമയത്തിന് പെണ്ണിനെയും കൊണ്ട് പോകണ്ടേ? മേരി ഇല്ലാത്ത ധൃതി കൂട്ടി. അങ്ങനെ പള്ളിയിൽ കെട്ടിയുള്ള സമയമായി. പുരോഹിതൻ അത് ചൊല്ലാൻ പറഞ്ഞപ്പോൾ അവളുടെ തൊണ്ടയിൽ വാക്കുകൾ കുരുങ്ങി. അവളുടെ മനസ്സിൽ മുഴുവൻ അജയായിരുന്നു. കുട്ടിക്കാലത്ത് മൂക്കി ചീറ്റി നടന്നവനെയും പൊടിമീശക്കാരനെയും എല്ലാം അവൾക്ക് അറിയാമായിരുന്നു. എല്ലാം ഒരു നിമിഷം അവളുടെ ഓർമ്മയിൽ വന്നു. ആൻ, നീ സമ്മതിക്കുന്നുണ്ടോ? പുരോഹിതൻ വീണ്ടും ചോദിച്ചു. ആൻ മേരി എന്ന ഞാൻ. അവളുടെ വാക്കുകളിടറി ശബ്ദം നിലച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു അമ്മയെ നോക്കി. പിന്നെ മുന്നിൽ നിൽക്കുന്ന ജോണിനെ നോക്കി. ഇല്ല അമ്മേ, എനിക്ക് കല്യാണത്തിന് സമ്മതമല്ല, അവൾ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. അമ്മായിക്കൊരു അവസരം കിട്ടിയ പോലെ അവർ പറഞ്ഞു. മോളെ, ഇവിടം വരെ എത്തിയിട്ട് നീ പറയുന്ന കുടുംബത്തിന് നാണക്കേടാ. ആ ഒരു ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു. ഇല്ലമ്മേ, ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ആൻ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അവളത് പറഞ്ഞിരുന്നു. ഒരു കരം അവളുടെ കവിളിൽ പതിഞ്ഞിരുന്നു. പള്ളി മുഴുവൻ നിശബ്ദമായി. നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അമ്മായി പറഞ്ഞു. ആ, എനിക്ക് പണ്ടേ അറിയായിരുന്നു ഇവളൊരു അഹങ്കാരിയാ. അപ്പൊ അവൾ ഇങ്ങനെയല്ലേ കാണിക്കൂ, കുടുംബത്തിന്റെ മാനം കളയാൻ ജനിച്ചവള്. അമ്മയുടെ അടിയിൽ ഇനി മറ്റുള്ളവരെ എന്തു പറയുന്ന ഭയത്തിലുപരി അവൾക്ക് അവരുടെ വാക്കുകളാണ് ദേഷ്യം കൂട്ടിയത്. നിങ്ങൾ തന്നെയാ ഈ കുടുംബത്തെ നശിപ്പിക്കുന്നത്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ കുടുംബം നോക്ക്. ബന്ധുക്കളാണ് പോലും. എൻ്റെ അമ്മ എനിക്ക് ആരും വാരി തരുമ്പോഴും എനിക്കിഷ്ടമുള്ള വാങ്ങി തരുമ്പോഴും എൻ്റെ നല്ലതിനു വേണ്ടി എന്നെ വഴക്ക് പറയുമ്പോഴും നിങ്ങളൊക്കെ എന്തോ വലിയ കാര്യം പോലെ നാട്ടിൽ പാടിയടക്കുമല്ലോ. നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് സന്തോഷമാണ് കിട്ടുന്നത്? ദേഷ്യത്തോടെയും വിറക്കുന്ന ചുണ്ടുകളോടെ അവൾ പറഞ്ഞു നിർത്തി. നീ എന്താ ഈ പറയുന്നേ? പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ അമ്മ അവളുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തു. കൈകൾ നീട്ടി അവൾ അടിക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് പള്ളിയുടെ പിൻവാതിൽ തുറന്ന് അജയ് അകത്തേക്ക് ഓടി വന്നു. നിർത്തു ഫാദർ, പ്ലീസ് നിർത്ത്. എല്ലാവരും ഞെട്ടിത്തിരിഞ്ഞ് നോക്കി. അജയ് നേരെ ആനിന്റെ അടുത്തേക്ക് വന്ന് അവളുടെ കൈ പിടിച്ചു. ഫാദർ, ആനിപ്പോ പറഞ്ഞില്ല, പക്ഷെ അവളുടെ മൗനം ഞാൻ കണ്ടു. 6 മാസമായി ഞാൻ അവളിൽ നിന്നൊരു വാക്ക് കാത്തിരിക്കുകയായിരുന്നു. ഇന്ന് അവൾ മറ്റൊരാളുടെ കൂടെ നിൽക്കുന്ന കാണാൻ എനിക്ക് കഴിയില്ല. എനിക്ക് ആനോട് ഇഷ്ടമാണ്, കുട്ടിക്കാലം മുതലേയുള്ള ഇഷ്ടം. ഞാൻ പറയാൻ വൈകിപ്പോയി, അതാ എൻ്റെ തെറ്റ്. പള്ളി നിശബ്ദമായി. ജോൺ പോലും ഒന്നും മിണ്ടിയില്ല. മെല്ലെ പിന്നോട്ട് മാറിയെന്നു. അമ്മ മേരിയുടെ കണ്ണുകൾ നിറഞ്ഞു. മകളുടെ മുഖത്ത് ആ വേദന അവർ കണ്ടു. മോളെ, നിനക്ക് അവനെയാണ് വേണ്ടെങ്കിൽ എനിക്ക് സമ്മതമാണ്. പക്ഷെ അമ്മയ്ക്ക് എതിർപ്പുണ്ട്. പപ്പയെ അമ്മയെ സമ്മതിപ്പിക്കേണ്ട. മേരി, മക്കളുടെ ആഗ്രഹം നമുക്ക് നടത്തി കൊടുക്കാം. എല്ലാം ഇവിടെ വരെ എത്തിയ സ്ഥിതിക്ക്, എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവളുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. പപ്പ അത് പറഞ്ഞു. അമ്മയുടെയും അവളുടെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞു. കല്യാണ ചെക്കനോട് മാപ്പ് ചോദിക്കാൻ മാത്രമേ അന്ന് അവർക്ക് കഴിഞ്ഞുള്ളൂ. നാളുകളായിട്ട് പിന്നീട് അമ്മ അവളോട് സംസാരിച്ചു. അവരുടെ ആഗ്രഹം പോലെ അമ്മയുടെ സന്തോഷത്തിനും കൂടി വേണ്ടി രണ്ടുപേരുടെ ആചാരം അനുസരിച്ച് കല്യാണം നടന്നു. ആളിന്ന് അജയുടെ ഭാര്യയാണ്. മിസ്റ്റർ ആൻഡ് മിസ്സിസ് MBBS എന്ന കൂട്ടുകാർ തമാശയോടെ അവരെ കളിയാക്കി. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഇന്ന് അവരുടെ ആദ്യരാത്രിയാണ്. ആൾ ഒരു ഗ്ലാസ് പാലുമായി അവരുടെ മുറിയിലെത്തി. അവിടെ അവൻ ഇരിപ്പുണ്ടായിരുന്നു. ആൾ റൂമിൽ കയറിയതും അവന്റെ കാൽക്കൽ വീണ് വന്ദിച്ചു. അവൻ ചിരിച്ചു. എന്താണ് ഇവണ് നീ കാണിക്കുന്നത്? ആരെങ്കിലും പറഞ്ഞിട്ടാണോ ഇത്? അവൻ അതേ ചിരിമട്ടിൽ അവളോട് ചോദിച്ചു. അല്ല, ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. എന്തോ കാര്യമെന്ന മട്ടിൽ അവൾ പറഞ്ഞു. ചുമ്മാതാണ്, നിന്നെ കൊച്ചുഞ്ഞെന്ന് അമ്മ പറയുന്നത്. സിനിമയിലുള്ള പോലെയാണോ റിയൽ ലൈഫിൽ? അവന് ചിരിയടക്കാൻ സാധിച്ചില്ല. ഒന്ന് പോടാ, ഞാനിത്ര ടെൻഷൻ അടിച്ചത് എനിക്ക് മാത്രമേ അറിയൂ. അപ്പോഴാണ് എൻ്റെ ചിരി. അതെന്താണ് നീ ടെൻഷൻ അടിക്കാൻ? അവൻ അവളോട് ആശ്ചര്യത്തോടെ ചോദിച്ചു. അല്ല, ആദ്യരാത്രി എന്നൊക്കെ പറയുമ്പോൾ എന്തോ വല്ലാത്തൊരു ടെൻഷൻ. എനിക്ക് നിന്നെ അറിയാം, എന്നാലും പരസ്പരം മനസ്സിലാക്കിയതിനു ശേഷം പോരെ ഇതെല്ലാം. മനസ്സുകൾ തമ്മിൽ ഒന്നേർന്നാൽ മാത്രമേ ഇതൊക്കെ. ആൾ നാണത്തോടും പതിഞ്ഞ ശബ്ദത്തിലും പറഞ്ഞു. ഏയ് കൂൾ ഡൗൺ ആൻ. അവനോടെ ടെൻഷൻ കുറയ്ക്കാനും ശ്രമിച്ചു. നമുക്ക് പിന്നെ ഇതെല്ലാം ശീലാണല്ലോ. ഒന്ന് പോടി വേണേ. നീ പേടിക്കുന്ന രീതിയിൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല. അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് കളി തമാശ എന്ന രീതിയിൽ അവനത് പറഞ്ഞു. അപ്പോഴാണ് അവൾക്കൊരു ആശ്വാസമായത്. അങ്ങനെ അവൾ കട്ടിലിന്റെ ഒരറ്റത്തായി കിടന്നു. അവളെ നോക്കിക്കൊണ്ട് അജയ് പറഞ്ഞു. നീ കൊച്ചുകുഞ്ഞൊന്നല്ല, അമ്മയ്ക്കത് തെറ്റിയതാ. നീ വല്ലാതെ അങ്ങ് വളർന്നു. അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവൻ കട്ടിലിന്റെ മറ്റൊരറ്റത്തായി കിടന്നു. അവളുടെ ഉള്ളിൽ പക്വതയുള്ള ഒരു പെൺകുട്ടിയുണ്ടെന്ന് അന്ന് അവന് മനസ്സിലായി. അവളുടെ കൊച്ചു കുസൃതിയും കുടുംബങ്ങളും മാത്രമാണ് ഈ ലോകം കണ്ടിട്ടുള്ളത്. അതിലാണ് അവിടെ എല്ലാവരും അവളെ കുറ്റപ്പെടുത്തിയതും കളിയാക്കുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ അവളുടെ ഉള്ളിലെ പെൺകുട്ടിയെ കാണാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ലെന്ന സത്യം അവൻ ഇന്ന് ഈ നിമിഷം അവളുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കി. അങ്ങനെ സന്തോഷകരമായൊരു വിവാഹ ജീവിതം കടന്നു പോകുന്നു. അവളുടെ കുറ്റങ്ങളും കുറവുകളും മനസ്സിലാക്കി, അവളുടെ മനസ്സിലെ കുഞ്ഞിനെ മനസ്സിലാക്കി, അവൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് അവളെ ചേർത്ത് പിടിക്കുന്ന അവനും
അവരൊരു അമ്മയെ പോലെ വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്ന അവളും അങ്ങനെ അവരുടെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. ഒരിക്കലും അവളുടെ പപ്പാരെ വിളിച്ചു. മോനെ, ഞാനേ ആനിമോളുടെ പപ്പയാ. നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. മേരി കുറച്ച് ദേഷ്യത്തിലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിക്കാണ്ടിരുന്നത്. എന്നാലും നിങ്ങൾക്ക് വരായിരുന്നു മോനെ. ഇനിയിപ്പോൾ സാരമില്ല, ഈ ഞായറാഴ്ച ഇങ്ങോട്ട് വന്നേക്ക് നിങ്ങൾ. അദ്ദേഹം പറഞ്ഞു നിർത്തി. ശരിയപ്പ, ഞങ്ങൾ വരാം. മമ്മി എന്ത് വിചാരിക്കുന്നതുകൊണ്ടാ ഞാൻ അവളെയും കൂട്ടി വരാത്തത്. എന്നാലും പപ്പ വിളിച്ച സ്ഥിതിക്ക് ഞാൻ വരാം. അല്ല, ഞങ്ങൾ വരാം. അവൻ അവളോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അമ്മ എന്ത് പറയുന്ന ചിന്തയായിരുന്നു അവൾക്കും. എന്നാലും രണ്ടുപേരും കൂടെ ഞായറാഴ്ച വീട്ടിലേക്ക് പോയി. വാ മക്കളെ, വന്നിരിക്കുക. രണ്ടുപേരും ഉള്ളിലേക്കായി അദ്ദേഹം ക്ഷണിച്ചു. എന്നാൽ ആനിന്റെ അമ്മ മാത്രം ഒന്നും മിണ്ടിയില്ല. അത് അവൾക്ക് സങ്കടം ഉണ്ടാക്കിയാലും അമ്മയോടൊന്നും പറയാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല. അങ്ങനെ സമയം ഉച്ചയോടെ അടുത്തിരുന്നു. ഈ ചായ ചോറായി, അവരെ കഴിക്കാൻ വിളിക്കൂ, അമ്മ പറഞ്ഞു. അത് അവരും കേൾക്കുന്നുണ്ടായിരുന്നു. കഴിക്കാനായി അവർ ഇരുന്നു. തനിക്ക് ഇഷ്ടമുള്ള ചിക്കൻ കറിയാണ് അമ്മ വെച്ചിരിക്കുന്നതെന്ന് അവൾ കണ്ടപ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞു. അവൾക്ക് ഇഷ്ടമുള്ള ആഹാരം അമ്മ വാരി കൊടുക്കുന്നതാണ് അവൾക്ക് സന്തോഷമെന്ന് അവനത് ഓർത്തു. ഇന്നാ ഈ ചോറ് കഴിക്കുക. അജയ് അവളുടെ ചോറ് വെച്ച് കൊടുത്തു. പപ്പടം അവളുടെ കയ്യിൽ കൊടുത്തു. എടി പെണ്ണെ, ചോറ് കഴിക്കുമ്പോൾ പപ്പടം കടിച്ചു നിന്ന്. ഇനി ഒരു ചെറിയൊരു ചോറും കൂടി നീ കഴിക്കുക, ഇത്തിരി കൂടെ. അവന്റെ ശബ്ദം വീട്ടിൽ ഉയർന്നു കേട്ടു. അവൻ വാരി കൊടുക്കുകയും അവളത് കഴിക്കുകയും ചെയ്തു. അവരുടെ ചിരിയും കളിയും ആ വീട് നിറഞ്ഞു. മതി എനിക്ക് വയറ് നിറഞ്ഞു. അങ്ങനെ അവളുടെ പരിവം പറച്ചിലൂടെ അവളുടെ ഉച്ചഭക്ഷണം കഴിഞ്ഞു. അവളിപ്പോൾ അജയെന്ന് വിളിക്കാറില്ല. അവനെല്ലാവരുടെയും മുമ്പിൽ വെച്ച് ബഹുമാനത്തോടെ ഇച്ചൂസ് എന്നാണ് വിളിക്കുന്നത്. ഈ ചായനതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണത്. എന്നും എപ്പോഴും അവൾ അങ്ങനെ തന്നെയാണ് പറയാറ്. സമയം വൈകുന്നേരമായി. അവരുടെ കളിയും ചിരി എപ്പോഴും അവിടെ മുഴങ്ങിക്കേട്ടുകൊണ്ടിരുന്നു. നീ എന്താ നെയിൽ പോളിഷ് അടിക്കാത്ത? അവരുടെ സംസാരത്തിനിടയിൽ അവനെ ശ്രദ്ധിച്ച് അവളോട് ചോദിച്ചു. എന്റെ നഖത്തിനൊരു ഷേപ്പില്ല, നഖം വെട്ടണ ചൂസേ. അവൾ കൊഞ്ചിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നെയിൽ കട്ട് എടുത്തിട്ട് വാ. അവനത് പറഞ്ഞ അവളുടെ മുഖം മാറി. ഇല്ല ചൂസേ, എനിക്ക് നെയിൽസ് വളർത്തണം, എന്നാലേ കാണാനൊരു ഭംഗിയുള്ളൂ. കൊച്ചുകുട്ടികളെ പോലെ അവൾ ചിനുങ്ങിക്കൊണ്ട് പറഞ്ഞു. ഞാൻ പറയുന്നത് നീ കേട്ടാ മതി. അവനൽപ്പം കടുപ്പത്തോടെ പറഞ്ഞു. അവളത് അനുസരണയുള്ള കുട്ടികളെ പോലെ കേട്ട് തലയാട്ടി. ഇന്നാ പിടിക്ക് മനുഷ്യ, നെയിൽ കട്ട് കൊടുത്തുകൊണ്ട് അവൾ പറഞ്ഞു. അവനവൾ കാണാതെ ഒന്ന് ചിരിച്ചു. അവൾക്ക് നെയിൽസ് വളർത്തണം എന്നുള്ള ആഗ്രഹമാണ്, എന്നാൽ അത് ഷേപ്പ് ചെയ്യാൻ പോലും അവൾക്കറിയില്ല. അമ്മ അവളതിന് വഴക്ക് പറയും. അമ്മയായിരുന്നു ഇന്ന് നെയിൽ കട്ട് ചെയ്ത് കൊടുത്തിരുന്നത്. അവനറിയാമായിരുന്നത്. അവളെ കാണുമ്പോഴെല്ലാം അവൾക്ക് ഈ പരിഭം പറച്ചിലുള്ളതാണ്. കണ്ടു അജയ്, ഞാൻ വളർത്തിയ നെയിൽസ് ആയിരുന്നു, അമ്മ അത് കട്ട് ചെയ്തു എന്ന് പറയുമായിരുന്നു. അവൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നെയിൽ കട്ടർ ഷേപ്പർ ഉപയോഗിച്ച് അവളുടെ നെയിൽസ് ഷേപ്പ് ചെയ്ത് കൊടുത്തു. നെയിൽ പോളിഷ് വൃത്തിയായിട്ട് അടിച്ചു കൊടുക്കുകയും ചെയ്തു. അത് കണ്ടപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമായി. അവൾ വീണ്ടും അവനോട് ഓരോന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നു. വാ, നമുക്ക് പൂന്തോട്ടൊക്കെ പോയിട്ട് വരാം. അവനവളെ പുറത്തേക്ക് ഇറങ്ങാനായി വിളിച്ചു. ഞാൻ വേഗം ഡ്രസ്സ് മാറിയിട്ട് വരാം. അവൾ അതും പറഞ്ഞ് ചാടി ഡ്രസ്സ് മാറാൻ മുറിയിലേക്ക് പോയി. ഇതെല്ലാം കണ്ടു നിൽക്കുകയായിരുന്നു അവളുടെ അമ്മ മേരി. തന്നെക്കാൾ എത്രയോ നന്നായി തന്റെ മകളെ അവൻ നോക്കുന്നുണ്ട്. അവർ മനസ്സ് പറഞ്ഞ് സന്തോഷിച്ചു. അവന്റെ അരികിലേക്ക് അവർ പോയി. അവനോടായി പറഞ്ഞു. മോനെ, നീ എൻ്റെ മോളെ എത്ര നന്നായി നോക്കുന്നുണ്ട്. ഞാൻ ഇത്ര നാൾ അവളെ കൊച്ചു കുഞ്ഞായി കണ്ട് വഴക്ക് പറഞ്ഞ് കുറ്റപ്പെടുത്തി. പക്ഷെ നീ അവിടെ മനസ്സിലാക്കി കൊച്ചു പെൺകുട്ടിയെ കാണുന്നുണ്ട്. അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ശബ്ദത്തിൽ ആ പഴയ ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല, വെറും ആശ്വാസം മാത്രം. അജയ് പുഞ്ചിരിച്ചു. അമ്മയുടെ കൈകൾ തന്റെ കൈവച്ചു. അമ്മേ, ആനൊരു കൊച്ചുകുഞ്ഞല്ല, അവൾക്ക് സ്വന്തമായിട്ടൊരു ഹൃദയമുണ്ട്. അതിൽ അവൾക്ക് വേണ്ട സ്നേഹമാണ്, വഴക്കല്ല. ഞാൻ അവൾക്കൊരു ഭർത്താവ് മാത്രമല്ല, അവളുടെ ഇച്ചൂസ. അവൾക്ക് ഇഷ്ടമുള്ള ഞാൻ ചെയ്തു കൊടുക്കും, അത്രയേ ഉള്ളൂ. മേരി തലയാട്ടി കണ്ണിലെ കണ്ണുനീർ തുടച്ചു. ഇനി മുതൽ ഞാനും അങ്ങനെ തന്നെ നോക്കാം മോനെ, നീ പറഞ്ഞത് ശരിയാ. അതേസമയം ഡ്രസ്സ് മാറി പുറത്തേക്ക് വന്ന അമ്മ ഇച്ചൂസും നമ്മൾ സംസാരിക്കുന്നുണ്ടോന്ന് ചോദിച്ചില്ല. മെല്ലെ അവിടെ അടുത്തേക്ക് വന്ന ഇച്ചൂസിന്റെ കയ്യിൽ കൈകോർത്തു. എന്താ ഇച്ചൂസേ, എന്താ ഇത്ര ഗൗരവം? ഇച്ചൂസ് അവളെ നോക്കി ചിരിച്ചു. പിന്നെ അമ്മയെ നോക്കി പറഞ്ഞു. അമ്മ, ഇനി ഞങ്ങൾ പുറത്തു പോയി വരാം. മേരി സമ്മതം മൂളി. അവരുടെ പിന്നാലെ നോക്കി നിന്നു. മകൾ ആദ്യമായി സ്വന്തം കാലിൽ നടക്കുന്ന കാണുന്ന ഒരു അമ്മയുടെ മുഖത്തുള്ള സമാധാനം ആ മുഖത്തുണ്ടായിരുന്നു. ഗേറ്റിന് പുറത്തിറങ്ങിയപ്പോൾ ആൻ മേലെ ചോദിച്ചു. ഇച്ചൂസ് അമ്മയുടെ എന്താ പറഞ്ഞേ? അവൻ അവളുടെ തലയിലൊന്ന് തലോടി പറഞ്ഞു. ഒന്നുമില്ല എൻ്റെ പെണ്ണേ. അമ്മയോട് പറഞ്ഞു, എൻ്റെ ആനിനി കൊച്ചുകുഞ്ഞല്ല, എൻ്റെ ജീവനാണെന്ന്. ആനൊന്നും മിണ്ടിയില്ല. വെറുതെ ഇച്ചൂസിന്റെ തോളിൽ തലയാഴ്ച നടന്നു. വൈകുന്നേരത്തെ പോക്കുവയിൽ അവരുടെ നിഴലുകൾ ഒന്നാക്കി നീട്ടിയിരുന്നു. ഒടുവിൽ എല്ലാ ബഹളങ്ങൾക്കും കണ്ണീരുകൾക്കും തെറ്റിദ്ധാരണകൾക്കും ശേഷം അവൾക്ക് അവളുടെ ഇച്ചൂസിനെ കിട്ടി. അമ്മയ്ക്ക് മകളുടെ സന്തോഷവും കിട്ടി.